ഇതില് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ വിവിധ വശങ്ങളെ പറ്റി മാത്രമല്ല അദ്ദേഹം പറയുന്നത്. അത് വളരെ രസകരമായി നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉദാഹരണങ്ങൾ സഹിതം ഏതൊക്കെ വകുപ്പിൽ നമുക്ക് ചോദിക്കാം, എവിടെയൊക്കെ നമുക്ക് ചോദിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സാധാരണഗതിയിൽ നമ്മൾ RTIയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പിണയാറുണ്ട്. കാരണം ഉത്തരം അവർക്ക് വളരെ എളുപ്പത്തിൽ തരത്തക്ക വിധം, അഥവാ നമ്മൾ കിട്ടേണ്ട ഉത്തരം തരാത്ത വിധത്തിൽ അവർക്ക് ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പാടില്ല, മറിച്ച് ഏതൊക്കെ വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓരോ അധ്യായവും ആരംഭിക്കുന്നത് ഓരോ രസകരമായ കഥയിലൂടെയാണ്. ആ കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ അധ്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. ഇതില് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, ഈ പുസ്തകം വായിച്ചത് കൊണ്ട് മലയാളിയെല്ലാം പ്രബുദ്ധരാകുമെന്നും നാളെ മുതൽ അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ RTIയിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിലൊക്കെ അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയും പോലെ പ്രബുദ്ധരെന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും പ്രബുദ്ധരല്ല. നമ്മുടെ ബൗദ്ധികത എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ അതിൽ പോലും നമ്മൾ വളരെ പിന്നോക്കമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം നമുക്ക് മടിയാണ് പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് സിസ്റ്റത്തെ എതിർക്കുന്നതിൽ നമുക്കൊരു ഭയമാണ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു RTI കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മറ്റെന്തെങ്കിലും കേസിൽ കൊടുക്കുമോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം വകുപ്പിൽ ഒരു RTI ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ ബാക്കി പ്രതികാര നടപടികൾ ഉണ്ടാവില്ലേ എന്ന സംശയം ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ എല്ലാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എല്ലാ പൊതുജനത്തിലെ എല്ലാ വിഭാഗവും ചോദ്യം ചോദിച്ചു തുടങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം RTI നെറ്റ്വർക്കുകളുടെ രൂപീകരണമാണ്, അഥവാ RTI ക്ലബ്ബുകളുടെ രൂപീകരണം. അത് വളരെ പ്രധാനമാണ്. നമുക്ക് 1000 പഞ്ചായത്തുകൾ ഉണ്ടെന്ന് കരുതുക. 1000 പഞ്ചായത്തിൽ ആരെങ്കിലുമൊക്കെ മുൻകൈയെടുത്ത് ഒരിടത്ത് ഒരു RTI ക്ലബ്ബ് രൂപീകരിച്ചാൽ ഒരു 10 പേര് മതിയാകും. ഈ 10 പേര് മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ കൂടിയിരുന്നിട്ട് നമുക്ക് നമ്മുടെ ആ പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതൊക്കെ വകുപ്പുകളെടുത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെ ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്, വേണ്ട ഉത്തരങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം, അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം RTI ക്ലബ്ബുകൾ അല്ലെങ്കിൽ RTI നെറ്റ്വർക്ക് എന്ന് ശ്രീ പ്രശാന്ത് സൂചിപ്പിക്കുന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ പുസ്തകം വായിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ എല്ലാ മലയാളിയും പ്രബുദ്ധരായ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ മലയാളികൾ ചോദ്യം ചോദിച്ചു തുടങ്ങുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. മാത്രമല്ല, ഈ പുസ്തകം വായിച്ച് അത് മറക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പൊതുവായ രീതി. RTI രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ